വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ വിവാദം യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വയനാട് ടൗൺഷിപ്പിൽ മന്ത്രി കെ രാജൻ നടത്തിയ പരിശോധന നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതോടെ യൂത്ത് കോൺഗ്രസിനുമെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തി. കോൺഗ്രസ് വീടിനായി ഏറ്റെടുത്ത സ്ഥലത്തേക്കുള്ള വഴിയിൽ പരിഹാസവാചകത്തോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാനർ സ്ഥാപിച്ചു. വീട്ടിലെ വിള്ളൽ വിവാദം സാമൂഹിക മാധ്യമങ്ങളിലും കൊഴുക്കുകയാണ്. എന്ത് നാടകമാണ്! മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കുന്നത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. വിള്ളൽ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആയുധമേറ്റെടുത്ത് സർക്കാരിനെതിരെ ആക്രമണം കടുപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിള്ളൽ പരിശോധിക്കേണ്ടത് മന്ത്രിയല്ല, എഞ്ചിനീയർമാരാണ്. നടന്നത് ഗുരുതര ക്രമക്കേട്. ടൗൺഷിപ്പ് ഉദ്ഘാടനം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാപട്യമായിരുന്നുവെന്നും വി ഡി സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന വാരം കോൺഗ്രസിനെതിരെ CPIM മുന്നോട്ടുവെച്ച വയനാട് ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ ടൗൺഷിപ്പിലെ വീടുകളിലെ വിള്ളൽ വിവാദം തിരിച്ചുവെക്കാനായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം. യൂത്ത് കോൺഗ്രസിന്റെ ടൗൺഷിപ്പ് സന്ദർശനത്തോടെ വിവാദം കത്തിപ്പിടിച്ചു. മന്ത്രി കെ രാജൻ സാൻഡ് പേപ്പർ കൊണ്ട് ഉരച്ച് വീടിന്റെ മച്ചിലേത് വിള്ളലല്ല പെൻസിൽ കൊണ്ടുള്ള വരയെന്ന് സ്ഥാപിച്ചതോടെ തർക്കം പുതിയ തലത്തിലേക്കെത്തി. മന്ത്രിയുടെ രൂപത്തിൽ തൃശൂരിൽ നിന്ന് ഒരു പണിക്കാരനെ കിട്ടിയെന്നായിരുന്നു ചാണ്ടിയുമ്മൻ MLAയുടെ വ്യക്തിപരമായ അധിക്ഷേപം. മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിന്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലുമില്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഊരാളുങ്കലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇന്നലെ കണ്ടത്. വീട്ടുകാരനെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. UDF സർക്കാർ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഉളുപ്പില്ലേ ചങ്ങാതിമാരെ എന്ന ഉച്ചകഴിഞ്ഞ് വാർത്താസമ്മേളനം നടത്തിയ DYFI സംസ്ഥാന അധ്യക്ഷൻ വി വസീഫിന്റെ ചോദ്യം. കൊതിക്കറിവുണ്ടാവും സതീശനും അതുപോലെ തന്നെ ഈ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് പറ്റിയിട്ടില്ല, ഞങ്ങൾക്കിതൊന്നും സാധിച്ചില്ല എന്നുള്ളത് അവർക്ക് പറയാം. എന്നാൽ പിന്നെ അവർ അതല്ലേ പറയണ്ടേ? കൊതിക്കറിവൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പറയണ്ടേ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, ഞങ്ങൾക്ക് ശേഷിയില്ല, ഞങ്ങളുടെ നേതാവിൻ്റെ ശേഷിയും പ്രാപ്തിയുമൊക്കെ മറ്റു ചില കാര്യങ്ങളിലാണ് ഞങ്ങൾ വിനിയോഗിച്ചത്. തുടർന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്തേക്ക് വി വസീഫിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയായി എത്തി DYFI പ്രവർത്തകർ ബാനർ സ്ഥാപിച്ചു. വയനാട് ദുരിതബാധിതർക്കായി 230 വീട് നിർമ്മിക്കാനായി എന്ന് കോൺഗ്രസ് പറയുന്ന 3.5 ഏക്കർ ഭൂമിയിലേക്കുള്ള വഴി NB പണം പൂർണ്ണമായി നൽകിയിട്ടില്ല. വി ഡി സതീശൻ പണി തുടങ്ങിയെന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പണേ കിട്ടിയിട്ടുള്ളൂ, അത് പൂർണ്ണമായും കൊടുത്തിട്ടില്ല എന്ന്. അതുകൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണതയുടെ ഒരു രൂപമാണ്, പുതിയ മുഖമാണ്. ആ മുഖം ജനങ്ങളെ കാണിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശമാണ് ഞങ്ങളിപ്പോൾ നടത്തിയത്. വയനാടിന്റെ പേരിൽ പണം പിരിച്ചിട്ട് ഒരു വീട് പോലും വെച്ച് നൽകാതെ അടിസ്ഥാനരഹിത വിവാദവുമായി കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആദ്യം ആ കാശ് പിരിച്ച കാശിന്റെ കണക്ക് 5,80,00,000 ആണല്ലോ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നൊരു വിശ്വസിക്കാൻ പറ്റുന്ന കണക്കല്ലല്ലോ. രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ കണക്ക് ഉണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്കുണ്ട്, കോൺഗ്രസിൻ്റെ കണക്കുണ്ട്. ഇതെല്ലാം കൂടെ വലിയ നമ്പറാണല്ലോ വീട് നിർമ്മിക്കാൻ പറയുക. നാണമില്ലേ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ അതിൻ്റെ ചോർച്ച കാണാൻ വേണ്ടി പോയിരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലും വിള്ളൽ വിഷയത്തിലും പോരു തുടരുകയാണ്. രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടതിനു ശേഷം 50 ദിവസം പിന്നിട്ടു. ഇതുവരെ ഒരു നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല. പിരിച്ച പണത്തിനും കണക്കില്ല. വീട് എവിടെ കോൺഗ്രസ് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു ഇടത് സൈബർ ഹാൻഡിലുകൾ. സർക്കാർ പണിത വീടുകളിൽ കയറി താമസിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ഇനിയുമായിട്ടില്ല. പണിത വീടുകളിൽ വിള്ളലുമെന്ന കോൺഗ്രസ് ഹാൻഡിലുകളുടെ എതിർവാദം. പെൻസിൽ വര വിവാദത്തിന് ശേഷം വന്ന വാർപ്പിലെ സ്ക്രൂ വിവാദം ഗ്രൗട്ട് ഇൻജക്ഷൻ എന്ന പ്രക്രിയയുടെ ഭാഗമാണെന്നും സാങ്കേതികത്വം അറിയാതെ വെറും വിവാദങ്ങളാണ് ഉയർത്തുന്നത് എന്നുമാണ് സർക്കാർ ഭാഗം പറയുന്നവരുടെ വിശദീകരണം. വീടുകളുടെ ഗുണപരിശോധനാ പ്രക്രിയ പുരോഗമിക്കുകയാണെന്ന് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.